മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ തിരക്കേറിയതോടെ സാഹസിക യാത്ര നടത്തുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടെ 8-ലധികം സംഭവങ്ങളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തത്. ഗ്യാപ് റോഡ് ഉൾപ്പെടുന്ന ദേശീയപാതയിലാണ് നിയമലംഘനങ്ങൾ ഏറെയും. ഇന്നും ഗ്യാപ് റോഡിൽ സാഹസിക യാത്ര തുടരുന്നു. മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ഇതോടെ വാഹനങ്ങളിൽ സാഹസിക യാത്രയ്ക്ക് മുതിരുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടെ 8-ലധികം സംഭവങ്ങളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തത്. ഗ്യാപ് റോഡ് ഉൾപ്പെടുന്ന ദേശീയപാതയിലാണ് നിയമലംഘനങ്ങൾ ഏറെയും. ഇന്നും ഗ്യാപ് റോഡിൽ സാഹസിക യാത്ര നടന്നു. തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനത്തിലായിരുന്നു 2 യുവാക്കൾ അപകടകരമായി യാത്ര ചെയ്തത്. നാളുകൾക്ക് മുമ്പ് വരെ ഗ്യാപ് റോഡിൽ വാഹനത്തിലുള്ള സാഹസിക യാത്ര ആവർത്തിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. സമാന സംഭവങ്ങൾ വർദ്ധിച്ചതോടെ മോട്ടോർ വാഹന വകുപ്പും പോലീസും നടപടിയും പരിശോധനയും കടുപ്പിച്ചിരുന്നു. ഇതിനുശേഷം സാഹസിക യാത്രയ്ക്ക് മുതിർന്നവരുടെ എണ്ണവും കുറഞ്ഞിരുന്നു. വീണ്ടും അപകടകരമായ രീതിയിൽ യാത്ര ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും നടപടി കടുപ്പിക്കണമെന്നും നിയമലംഘകരെ പിടികൂടണമെന്നുമുള്ള ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, അടിമാലി.